ഹലോ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ഷാഡോ ഫൈറ്റ് 3യുടെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ലോഡായി വരുന്നത് വരെ കാത്തിരിക്കാം. കാത്തിരിക്കുന്നത് 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 ദാ ഒരു മെസ്സേജ്. അന്ന് നമ്മൾ കാര്യം വെക്കണ്ട. ഇതെന്താണ് നമ്മൾ നോക്കാൻ പോണം. കണ്ടിന്യൂസാ ഇതെങ്കിലും ആവട്ടെ ഗൈസ്. നമ്മളിപ്പോൾ ലോഡായി വരുന്നത് കാത്തിരിക്കുകയാണ് ഗൈസ്. സൗണ്ട് ഇച്ചിരി കുറച്ച് വയ്ക്കുക. അപ്പം നമ്മൾ 3 കളിയാണ് കളിക്കാൻ പോകുന്നത്. ഞാൻ ബോസിൻ്റെ ലെവൽ വരെ ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബോസ് ഈസി ബോസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 4-5 വട്ടമൊക്കെ അയാളെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് തോൽപ്പിക്കാൻ പറ്റിയില്ല. എന്താണ് നമുക്കൊന്ന് നോക്കാം. ഇന്ന് ചിലപ്പോൾ നടക്കും. നിങ്ങളുടെ സപ്പോർട്ടുകളുണ്ട്. കാത്തിരിക്കാലോ, ലോഡായി വരുന്നത് വരെ 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 കാത്തിരിക്കാലോ, ലോഡായി വരുന്നത് വരെ. എപ്പോഴാ കഴിച്ച് ഇതൊന്ന് വരുന്നത്? ഒരു നേരം കൊണ്ട് കാത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ? കമൻറ്റിലൂടെ പറഞ്ഞറിയിക്കുക. അതിലൂടെ കാത്തിരിക്കുന്നത് എപ്പോഴൊക്കെയാണല്ലോ, കാത്തിരിക്കുന്നത് എപ്പോഴൊക്കെയാണല്ലോ. 29-80 കടക്കാൻ പോകുകയാണ്. 80 കഴിഞ്ഞിരിക്കുന്നു. അടുത്തതും കാത്തിരിക്കണം ഗൈസ്. കാത്തിരിക്കുന്നത് എപ്പോഴൊക്കെയാണല്ലോ, കാത്തിരിക്കുന്നത് എപ്പോഴൊക്കെയാണല്ലോ, കാത്തിരിക്കുന്നത് ഇപ്പോഴൊക്കെ കഴിയുമ്പോൾ, കാത്തിരിക്കുന്നത് ഇപ്പോഴൊക്കെ കഴിയുമോ. എപ്പോഴാണ് ലോഡായി വരുന്നത്? കാത്തിരിക്കുന്നതിന് വല്ലതും ഗുണം ഉണ്ടാവുമോ? 100-ഉം 100-ഉം ഒരേതാണ്. 100 കഴിഞ്ഞാൽ നമ്മളുടെ ഗെയിം ഓപ്പൺ ആവും. നമ്മളുടെ ഷാഡോ ഫൈറ്റ് 3 എന്നുള്ള ഗെയിം ഓപ്പൺ ആവും. അപ്പം നമ്മൾക്കത് അറിയണ്ടേ. 100 കരിയിട്ട്. ഇതെന്തോന്ന് കഴിച്ച് വീണ്ടും ലോഡായി വരണോ? മനുഷ്യനും ഞാൻ തോടിപ്പിക്കുകയാണല്ലോ കഴിച്ചത്. നമ്മൾ കാത്തിരിക്കണം. അവസാനം ഫോണിൽ ഞാൻ ബോറടിച്ചെന്ന് തോന്നുന്നത്. ഇത്ര നേരം എടുക്കും. ഗൈസ്, ഇതെന്തോന്ന്? വന്നു. അങ്ങനെ നമ്മൾ പുതിയ കുറേ സാധനങ്ങൾ കിട്ടിയെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെയും കൊണ്ട് ഞാനിന്ന് വന്നിരിക്കുന്നത്.
അപ്പം നമ്മൾക്ക് ആ പുതിയ സാധനങ്ങളൊക്കെ അണിഞ്ഞ് നമ്മൾക്ക് ബോസിനെ തോൽപ്പിക്കാൻ പോവാം. അപ്പുറത്തത് കൊള്ളാല്ലേ, കുറച്ച് പവറുണ്ട്. യുദ്ധത്തിലൊന്നും വന്നില്ല. ഇതിൽ ഇത് തന്നെ ആയിരിക്കും. നമ്മളപ്പോൾ ബോസിനെ തോൽപ്പിക്കാൻ തയ്യാറാണോ? നമുക്ക് നോക്കാം. ഇതൊക്കെ എന്ത് നമുക്ക് എന്തോന്നു, നമ്മളത് ബാക്ക് അടിച്ചെടുത്തിരിക്കുന്നു. ഇതാണ് ഗൈസ് ബോസ്. നമ്മളിപ്പോൾ ബോസിനെ തോൽപ്പിക്കാനായിട്ട് പോവുകയാണ്. നടക്കുക ഗൈസ്. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. അടിച്ചോ അടിച്ചോ, അവന് കോലൂട്ട വിടുകയാണ് ഗൈസ്. അമ്മച്ചി ഗൈസ്, 3 കളിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോസിൻ്റെ തന്നെ 3 റൗണ്ടാവും. അവനത് താഴെ കുത്തി വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് അടി കൂടാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മളവനെ കുത്തി കുത്തി ഊട്ടയിടുകയാണ് ഗൈസ്. അടിക്കോ അടിശിക്ക. അങ്ങനെ നമ്മൾ 1 റൗണ്ട് വിജയിച്ചിരിക്കുന്നു ഗൈസ്. ഇനിയാണ് 2ാമത്തെ റൗണ്ട്. 2ാമത്തെ റൗണ്ടിലോട്ട് നമ്മൾ കടക്കുകയാണ് ഗൈസ്. ആഹാ, എൻ്റെ അടിയിലാണ് ഞാൻ വീണു വന്നത്. അടിച്ചോ 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 അടിച്ചോ. അയ്യോ, അടിച്ചൊക്കെ ഇരിക്കായിരുന്നു പറ്റിയത്. വളർന്നൊന്നും കാര്യമൊന്നും നമ്മളവന് വലിച്ചങ്ങോട്ട് എറിഞ്ഞിരിക്കുന്നു ഗൈസ്. ഒന്നും നോക്കിയില്ല, വലിച്ചങ്ങ്. നമ്മൾ അവനെ 2ാമത്തെ റൗണ്ടും തോൽപ്പിച്ചതിന് 3ാമത്തെ റൗണ്ടാണ് ഗൈസ്. അടിച്ചോ അമ്മച്ചി. വീണ്ടും എൻ്റെ ഈ അടിയാണ്. നമ്മളവനെ ഇരിക്കാൻ പോവുകയാണ്. ഇരിക്കല്ല, കുത്താൻ പോവുകയാണ്. എപ്പോഴും എൻ്റെ ഈ ഒരു അടിയുണ്ടാകരുത് ഞാൻ വീഴുന്നത്. അടിച്ചോ കുത്തി 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 കൊല്ലാലോ. അവനെ ഞാനിന്ന് കുത്തി കുത്തി തോപ്പിക്കുമല്ലോ. കുത്തി 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 ഞാനിന്ന് നിന്നെ തോപ്പിക്കുമല്ലോ. നമ്മളങ്ങനെ അവൻ്റെ മുമ്പിൽ ജയിച്ചിരിക്കുന്നു ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോണ്ടാണ് ഗൈസ് ഞാൻ ജയിച്ചിരിക്കുന്നത്. നമുക്കെന്തോ കോടാലി പോലത്തെ സാധനം കിട്ടിയെന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് അത് കൊടുത്തിട്ട് നമ്മൾക്ക് ആ സാധനം എന്താണെന്ന് നോക്കാൻ പോവാം. എടുത്തിട്ട് നമുക്ക് ഇൻവിസിബിൾ മാനെ തോപ്പിക്കാൻ പോവാം. ഇതൊന്നാണ് ഗൈസ്. അത് ഒക്കെ ഇപ്പം ഇതെല്ലാം ഒന്നിരിച്ചു ഗൈസ്. ഇതെന്തോന്ന് പരസ്യത്തിൻ്റെ ഒരു കാര്യം.
നമ്മളീ ഒന്നാമത്തെ ഇൻവിസിബിൾ മാനെ തോൽപ്പിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ മുമ്പേ ഇവിടെ അല്ലേ സാധനം വന്നത്, താഴോട്ടടുത്തൊന്ന് നോക്കാം. ഓ, ഇവിടെയാണ് സാധനം വന്നല്ലേ, നമ്മൾക്കതെടുക്കാം. പറഞ്ഞ പോക്കറ്റിൽ അങ്ങോട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ ഷൂലെടുത്തുകൊണ്ട് പോവുകയാണ്. ഇമ്പസിബിൾ മാനെ തോൽപ്പിക്കാനായിട്ട് പോവുകയാണ്. ഹാർഡാണ്, എനിക്കത്ര ഹാർഡായിട്ട് തോന്നുന്നില്ല. ഞാൻ എന്നോട് തന്നെ പോയി ചെയ്യോടുത്തോണ്ടിരിക്കുക. കുത്തി എന്നെ കുത്തി കൊണ്ടുപോകണം. കുത്തി കുത്തിയേ നിന്നെ ഞാൻ കുത്തിയേ കുത്തിയേ നിന്നെ ഞാൻ. അടിച്ചോ, അയ്യോ, അവൻ എന്നെ പിടിച്ച് മറിച്ചങ്ങോട്ട് അടിച്ചു. നമ്മളാണ് തോന്നിച്ചു. ഇത് രണ്ടാമത്തെ റൗണ്ടാണ്. ഓടിച്ചോ, കുത്തിയിരിക്കുന്നു. ഓടിച്ചോ. എന്താ ഇതങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് വെച്ചിരിക്കും. നമ്മളങ്ങനെ ഇൻവിസിബിൾ മാനെ തോൽപ്പിച്ച് നമ്മൾ മുന്നിൽ കയറിയിരിക്കുന്നു ഗൈസ്. ഇനി ലാസ്റ്റ് കളിയാണ്. ഇനി ഒറ്റ കളിയും കൂടിയുള്ളു. ലാസ്റ്റ് കളിയും കൂടിയുള്ളു. എന്താണ് ഗൈസ് പുതിയ തൊപ്പിയെന്നോ? നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്, അത് ഏത് തൊപ്പിയായിരുന്നു? ഇതാണോ? അല്ലല്ലേ, വാവ്, ഇതാണല്ലേ. പക്ഷെ അതിന് പവർ കുറവ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇതെടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് കളി കളിക്കാൻ പോക്കിയത്. ഇത്രയും പേര് തോപ്പിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കളി ഹാർഡാണ്. നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് കളി കയറിയിരിക്കുന്നത് 2 റൗണ്ടുള്ള കളിയാണിത്. കുത്തി തുടങ്ങിയിരിക്കുന്നു ഗൈസ്. നമ്മളങ്ങനെ അവനെ കുത്തി തുടങ്ങിയിരിക്കുന്നു. അവനല്ല, അവളെന്നാണ് തോന്നുന്നത്. അപ്പം തൽക്കാലം അവളിരിക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ അവളെ കുത്തി കൊണ്ടിരിക്കുകയാണ്. അടിച്ചോ. ഞാൻ രാവിലെ ജയിക്കുമോ? ജയിച്ചിരിക്കുന്നു. അടിച്ചോ. ഗൈസ്, അവനെ മറിച്ചടിച്ചിരിക്കുന്നു ഗൈസ്. അമ്മച്ചി. ഇനി ഇതിനകത്ത് ഇവനാണ് ജയിക്കുന്നെങ്കിൽ വേറൊരു മൂന്നാമത്തെ റൗണ്ടും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് അതിലാരാണ് ജയിക്കുന്നത് അവരാണ് വിന്നർ. ഇതിൻ്റെ അകത്ത് ഇവള് ജയിക്കുവാണെങ്കിൽ
നാളെ തെടിച്ചിരിക്കുന്നു അവള് നമ്മളെ ഒറ്റപ്പെട്ടു ഗൈസ്. ഇതെന്താണ് ഗൈസ്? മാന്ത്രിക ശലഭമാണോ ഇത്? അമ്മച്ചി ഇച്ചിരി പോയിന്റിൽ അവൾ എന്നെ തോപ്പിച്ചു ഗൈസ്. ഒക്കെ കിട്ടി നോക്കാം. കിട്ടിയില്ല അവൾക്കൊന്നും. മൂന്നാമത്തെ റൗണ്ടും കൂടിയുണ്ട്. ഇതിലാരാണ് ജയിക്കുന്നത്? അവരാണ് വിന്നർ. നമുക്ക് നോക്കാം. അവളെ ആയുധത്തിന് തറയിലിട്ടിരിക്കുന്നു. നമ്മൾക്കിട്ടടി അടിയടിച്ചിരിക്കുന്നു. അവൾ എൻ്റെ നേരെ എന്തോ എറിഞ്ഞിരിക്കുന്നു. ഡിസ്കോ ഡിസ്കോ ഓ ഡിസ്കോ ഓ ഡിസ്കോ ഓ ഡിസ്കോ. അവളെ തോന്നിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യും. ചാച്ച.